അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രയിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് പാറപ്പുറം റെഗുലേറ്റർ ഡാമിലാണ്. പിണറായി പഞ്ചായത്തിൽ അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെയായിട്ട് നിർമ്മിച്ചിട്ടുള്ള പാറപ്പുറം റെഗുലേറ്റർ ഡാം. ഇവിടെ സ്പീഡ് ബോട്ട് സർവീസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക. കാറും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വിശാലമായ സ്പേസ് ഉണ്ട്. കംപ്ലീറ്റ് ഇൻ്റർലോക്ക് ആയിട്ടുള്ള സ്പേസാണ് ഇവിടെ. പിന്നെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുവാൻ വേണ്ടിയിട്ട് കുറേ ബെഞ്ചുകൾ അവിടെ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ കുറേ ആൾക്കാർ മീനിന് ചൂണ്ടിയിട്ടിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പ്രായമായവരും ചെറുപ്പക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് വൈകുന്നേരത്തെ സൺസെറ്റൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വൈബാണ്. സൈഡിലൊക്കെ അവിടെ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ ഇനി വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പാർക്കായി മാറും. പിന്നെ ഇവിടെ അറിയിപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ബോട്ടിങ്ങിൻ്റെ സ്പേസാണ്. അവിടെ നിന്നാണ് സ്പീഡ് ബോട്ട് സർവീസ് തുടങ്ങുന്നത്. സ്പീഡ് ബോട്ട് ആൾക്കാർ പോയിട്ടാണേ ഉള്ളത്, അതുകൊണ്ടാണ് അവിടെ ബോട്ട് കാണാത്തത്. അങ്ങനെ നമ്മൾ താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറി. അപ്പോൾ നമ്മളിപ്പം വന്നിട്ടുള്ളത് പാറപ്പുറം റെഗുലേറ്ററി ഡാമിലാണ്. അത്യാവശ്യം ആൾക്കാരുണ്ട് കുറച്ച്. പിന്നെ മീൻപിടുത്തക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇടുന്നല്ലോ മീന് തുള്ളുന്നുണ്ട്. ഇതാണ് ഡാം. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പുവെള്ളം പാടത്തും മറ്റും കയറുന്നത് തടയാൻ വേണ്ടിയിട്ട് അഞ്ചരക്കണ്ടി പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ലോക്കിംഗ് സംവിധാനം ഒക്കെയുള്ള ഡാമാണ് ഇത്. ഇവിടെ പണ്ട് മുതലേ ഡാമുണ്ട്. അത് കാലക്രമേണ നശിച്ച് സംഭവം പോയപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് പുതിയ സംവിധാനത്തിൽ കിഫ്ബിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച പുതിയ ഡാമാണിത്. അപ്പോൾ ഇവിടെ സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട്. സ്പീഡ് ബോട്ട് സർവീസ് ബോട്ട് അങ്ങ് മടക്കം വരുന്നുണ്ട് പോയിട്ട്. അപ്പം വൈകുന്നേരം 3 മണി മുതലാണ് ബോട്ട് സർവീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പാറപ്പുറം ബ്രിഡ്ജ്. ആൾക്കാരുണ്ട് വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്നിട്ട് സമയം ചെലവഴിക്കാനൊക്കെ. 2 സൈഡിലും ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവിടെ 2 സൈഡിലും ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പം സ്പീഡ് ബോട്ട് സർവീസ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അങ്ങ് പോയിട്ട് മടക്കം വന്ന ബോട്ടാണ് ഇത്. നമ്മളേതായാലും ഇന്ന് ബോട്ടിലൊന്നും കയറാനുള്ള ഉദ്ദേശമില്ല. വൈകുന്നേരങ്ങളിൽ അത്യാവശ്യം ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും കൂടുതൽ ആൾക്കാർക്കൊന്നും ഇതറിയില്ല. ഇതിൻ്റെ പരിസരത്തുള്ള ആൾക്കാരിലും വൈകുന്നേരങ്ങളിൽ വരുന്നുണ്ട്. 2 സൈഡിലും ഇരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഒരാൾ അപ്പുറത്തെ കരക്കുന്ന് ഏറ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കള്ളും കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ പാലം ക്രോസ് ചെയ്തിട്ട് ഇപ്പുറത്തെ കരക്ക് വന്നിട്ടാണ് ഉള്ളത്. 2 സൈഡിലും പാർക്കിംഗ് സൗകര്യവും ഇരിക്കാനുള്ള ഇരിപ്പിടമെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പാലവും സംഭവമെല്ലാം ഇത്. നല്ല അടിപൊളി ഡാമാണ്. അങ്ങനെ നമ്മൾ പാറപ്പുറം റെഗുലേറ്റർ ഡാമിൽ നിന്ന് റിട്ടേൺ അടിച്ച് തൊണ്ടക്കോലും വാങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു ഉമ്മ തൊണ്ടക്കോല് ഉപ്പിലിട്ടൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അവരെടുത്ത് നമ്മൾ തൊണ്ടക്കോലൊക്കെ വാങ്ങി എന്നിട്ടാണ് മടങ്ങിയത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.